ഗോൾഡൻ ബാമ്പു ആണ്. ഗോൾഡൻ ബാമ്പു താണ്ട് കയറ്റുവാണ്. ഇതൊരു ലോഡ് ഫുള്ള് സാധനം താണ്ട് ഇവിടെ കയറ്റി നിർത്തിയേക്കുവാണ്. ഇത് ഗോൾഡൻ ബാമ്പു പ്ലാന്റ്. നമ്മളിപ്പോ താണ്ടെ ഒരു കാട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നല്ല കിടിലം കിണ്ണം കാഴ്ച ഒരു കാട്. അത് എവിടാന്നല്ലേ, നമ്മളെ വർക്കല സൈഡിലാ. നമുക്ക് കൂടിഞ്ഞ് വന്നേരെ പപ്പാജിക്ക് അന്നേരം ടാറ്റ കൊടുത്തോണ്ട് നമ്മൾ നേരെ ആനച്ചെവിയൻ അലൊക്കേഷ്യൻ കൊണ്ട് നമ്മൾ നേരെ സാൻഡിബേയിലോട്ട് അങ്ങോട്ട് കയറുവാണ്. താണ്ടാണ്ടല്ലേ സാൻഡിബേയുടെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് കണ്ട കുറച്ച് കാഴ്ചയുണ്ട്. നമ്മളിവിടെ കൊണ്ടുചെന്ന് കുറച്ച് മുള വെച്ചിട്ടുള്ള കാടും അതേപോലെ തന്നെ നമ്മളെ എന്താ പറയാ ഫുള്ള് ഗ്രീനറി ഇതാക്കാൻ വേണ്ടി താണ്ടെ വണ്ടിക്കകത്ത് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മളെ കൂടിഞ്ഞ് പോകുന്നേരം ഞങ്ങളെ കൂടെ സപ്പോർട്ടിന് നിങ്ങൾ ഉണ്ടാവണം. നമുക്ക് തുടങ്ങാം. അങ്ങനെ ഒരുപാട് കാഴ്ചകളും കൗതുകങ്ങളും നമ്മൾ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ കാണാൻ വേണ്ടി നിങ്ങളെയും കൂടെ നമ്മളെ ക്ഷണിക്കുകയാണ്. സാൻഡിബേ റിസോർട്ടിലാണ് നമ്മളിപ്പം വരുന്നത്. ഒരു ടിക്കറ്റ് കമ്പനിയൊക്കെ ഫ്രീ ആണ്. കുമാർ നഴ്സറിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോൾഡൻ ബാമ്പു, അതേപോലെ തന്നെ കലാത്തിയ ലൂട്ടി ഇരിപ്പുണ്ട്, അതേപോലെ ഫോക്സൈൽ പാമ്പ് ഇരിപ്പുണ്ട്, അതേപോലെ പിന്നെന്താ ഉള്ള ഹെലിക്കോണിയ പ്ലാന്റ് ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഫുൾ ലോഡ് സാധനം നമുക്ക് അറവാനം ഉൾപ്പെടെ സെറ്റ് ചെയ്ത് നമുക്ക് നേരെ കൊണ്ടുപോകാം. എന്താ നമ്മൾ സാൻഡിബേ എന്ന് പറയുന്ന റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അന്നേരം നമുക്ക് ഇവിടെ കുറച്ച് കാടുണ്ടാക്കാനുണ്ട്. അതിന് താണ്ട് ഇത് കണ്ടില്ലേ, ഫുൾ കടൽ തീരത്തിന്റെ നേരെ ഫ്രണ്ടിലാണ് ബീച്ച് റിസോർട്ട് പോലെ സെറ്റ് ചെയ്യുന്നത്. താണ്ട് സാൻഡിബേ എന്നാണ് അതിന്റെ പേര്. അങ്ങനെ നമ്മൾ താണ്ട് ഇത്രയും സാധനം, ഈ ഒരു ലോഡ് സാധനം നമ്മൾ താണ്ട് കൊണ്ടുവന്ന് ഇറക്കാനായിട്ട് പോവാണ്. അന്നേരം നമ്മൾ കൊണ്ടുവന്ന് ഇറക്കിയ പ്ലാന്റുകൾ മൊത്തം താണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തവരാണ്. കലാത്തിയ ലൂട്ടിയ എലിക്കോണിയ, അതേപോലെ തന്നെ അതിനകത്തോട്ട് താണ്ട് ആ സൈഡിലൊക്കെ പ്ലാന്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു പുതിയ സംരംഭം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. താണ്ട് അതേപോലെ തന്നെ പാസേജ് ഒക്കെ ഇട്ട് താണ്ട് ഇതേപോലെ ഒരുപാട് ഹട്ടുകൾ, അതല്ല കിടിലം ഹട്ടുകൾ അതിനകത്ത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. അതേപോലെ തന്നെ ഫിഷിങ്, അതേപോലെ തന്നെ താമര ഇടാൻ വേണ്ടിയിട്ടുള്ള കുളമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരുപാട് കാഴ്ചകൾ കണ്ടില്ലേ. നല്ല ഒരു പുതുവത്സരം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്. ദാണ്ട് ഇവിടെ ഇപ്പം തൽക്കാലം ആദ്യത്തെ സ്റ്റേജിൽ നിന്നുള്ളതിലേക്ക് ദാണ്ട് ഇതേപോലെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദാണ്ട് ഇതാണ് ബീച്ച്, കിടിലം ബീച്ച്. അതായത് നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു എന്താ പറയുക സാൻഡിബേ ഉള്ളത്. അതിൻ്റെ ഫ്രണ്ടിലൊരു നമ്മളെ ക്രിസ്മസ് പപ്പാജിയൊക്കെ ഇരിപ്പുണ്ട്. അതേപോലെ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ദാണ്ട് സാൻഡിബേ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. അന്നേരം അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരുന്നത് കേട്ടോ. നല്ല ഫുഡൊക്കെയാണ്, കിടിലം ഫുഡൊക്കെയുള്ള ഒരു സ്പോട്ടാണ്. വൈകുന്നേരങ്ങളൊക്കെ പക്ക ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. അന്നേരം താണ്ടില്ലേ എൻ്റെ ഫ്രണ്ടിൽ എന്താ ഒരു ഭംഗിയിലത് ചെയ്തു വെച്ചേക്ക് നോക്കി. ഇത് സാൻഡിബേ വർക്കല ഓടയം ബീച്ചാണ് കേട്ടോ. ഓടയം ബീച്ചില് ഇത് ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉള്ള ഡെക്കോ ചെയ്തുകൊണ്ടിരിക്കുക. DJ സ്റ്റേജ് സാധാരണ എല്ലാ വർഷവും ഞങ്ങൾ പുതുമ ചെയ്യാറുണ്ട്. അതുപോലെ ഈ വർഷം അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. സംഭവം ഇന്നത്തെ ഈ വർഷത്തെ ടാസ്ക് ഹെവിയാ. അടിപൊളി 3 സ്റ്റേജിലായിട്ട് പ്രോഗ്രാം നടക്കുന്നത്. 3 സ്റ്റേജിൽ ഒരു സ്റ്റേജ് ഫയർ ഡാൻസ്, ഒരു സ്റ്റേജ് ലൈവ് മ്യൂസിക്, പിന്നെ മെയിൻ സ്റ്റേജിൽ DJ. അത് ഏകദേശം ഒരു 10 മണി കഴിയും. 10 മണി കഴിഞ്ഞിട്ട് DJ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. സംഭവം പണി തീരാറായി. നാളെ കൊണ്ട് എല്ലായിടത്തും സ്റ്റേജ് കയറ്റി ചെയ്യുക. പിന്നെ ടിക്കറ്റ് ഒക്കെ ഏകദേശം വിറ്റ് കഴിഞ്ഞു. ഇനി കുറച്ചൊരു 10, 100, 50 ടിക്കറ്റിനകത്തെ ബാലൻസ് ഉള്ളൂ. ശരി, അത് മിക്കവാറും ഇന്ന് രാത്രി കൊണ്ട് ക്ലോസ് ആവാനാണ് ചാൻസ്. അഥവാ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞങ്ങളുടെ QR കോഡ് ലൈനുണ്ട്. ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ. ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു ടിക്കറ്റ് കമ്പനിയൊക്കെ ഫ്രീ ആണ്. തീർച്ചയായിട്ടും കുമാർ നഴ്സറിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അല്ല